ഒരു രാജ്യമെന്നാൽ എന്താണ്? ഒരു രാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. നിശ്ചിതമായ നിയമവ്യവസ്ഥയോടു കൂടിയുള്ള ഒരു സങ്കല്പം. ഇനി മാക്കിയവെല്ലിയൻ തിയറികളൊക്കെ പഴയ ഈ പറയുന്ന രാഷ്ട്രമീമാംസയുടെ തിയറിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂമിയിൽ ദൈവം ഇറങ്ങി നടന്ന വഴികളെ, ഇല്ലെങ്കിൽ ഇറങ്ങി നടന്ന ആ സ്ഥലങ്ങളെല്ലാം രാഷ്ട്രമായി എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നമ്മുടെ ഭാരതത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാരതം എന്താണ്? ഭാരതം രാഷ്ട്രസങ്കല്പങ്ങൾക്കപ്പുറത്തേക്ക് അത് ഒരു അനുഭവമായിട്ട്, ഒരു സംസ്കാരമായിട്ട്, നിത്യമായിട്ടുള്ള പ്രകാശമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്, ഭൂപ്രദേശമാണ്. അതുകൊണ്ടാണ് വാജ്പേയിയുടെ കവിതയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഭൂമിയുടെ ഒരു കഷ്ണമല്ല ഭാരതം, അതൊരു രാഷ്ട്രപുരുഷനാണ് എന്നുള്ളതാണ്. രാഷ്ട്രപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ പറ്റി പറയുന്ന ഒരു വാക്കുണ്ട്, പുരുഷോത്തമൻ എന്ന് പറയും. അതായത് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായവൻ എന്നുള്ളതാണ്. അതുപോലെ ഭാരതത്തെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രോത്തമൻ എന്ന് വിളിക്കാം. രാഷ്ട്രത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളും സമസ്ത രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമമാണ് ഭാരതം എന്നുള്ളതാണ്. അത് നമുക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് അനാദിയായിട്ടുള്ള, ആദിയും അന്തവുമില്ലാത്ത ഒരു നിലനിൽപ്പുണ്ടാകും എന്നുള്ളതാണ്. അത് കാലാതീതമായിരിക്കും. അതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്, അതിനെയാണ് സനാതനം എന്ന് പറയുന്നത്. ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. സനാതനമായ ആ സംസ്കാരത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. ആദിയും അനന്തവുമില്ലാതെ നിത്യമായിട്ട് ഒരിക്കലും നാശമില്ലാതെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അത് സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് അടർത്തി മാറ്റി ഉണ്ടാക്കിയ ഒന്നുണ്ടല്ലോ, പാകിസ്ഥാൻ. അത് നശിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ആ നാശത്തിൽ നമുക്ക് സന്തോഷമൊന്നുമില്ല. ഒന്നും നശിക്കുന്നതിനോട് നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ ആ ഭൂമിയോ അവിടുത്തെ ജനങ്ങളോ അല്ല നശിക്കുന്ന, ആ രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പമാണ്. ആ രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് തന്നെ ഭാരതം എന്ന് പറയുന്ന വലിയ സങ്കല്പത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അതിൽ നിന്ന് അടി ഉണ്ടാക്കി വാങ്ങിക്കൊണ്ട് പോയതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൽ തന്നെ പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, 10 മുഴം കത്തി കൊണ്ട് കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയായിരുന്നു അന്ന് പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവർ, ദേശീയ പതാക ഉയർത്താത്തവരൊക്കെ തന്നെ ഇപ്പോൾ പുതിയ ജില്ലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കിടന്ന് കരയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. ആ രാജ്യത്ത് എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? അവിടെ ഉണ്ടാകുന്ന അസ്ഥിരത, സാമ്പത്തിക പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന വിഭവ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കാർഷിക മേഖലയിലുള്ളതാവട്ടെ, വ്യാവസായിക മേഖലയിലുള്ളതാവട്ടെ, അങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളിലും പ്രശ്നങ്ങൾ മാത്രമാണ് ആ രാജ്യത്തുള്ളത്. ജലം പോലും കിട്ടാനില്ല. ജലം എന്തുകൊണ്ട് കിട്ടാതായി? കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടാതായി. അതാണല്ലോ, അത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നമ്മളുടെ അയൽക്കാരൻ നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലാണുള്ളത്. അവൻ്റെ കിണറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അവൻ വഴിയെ പോകുമ്പോൾ അവനെ പിടിച്ചൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് വെള്ളം കിട്ടാതാവും. അവിടെ പോയി വെള്ളം കോരാൻ കഴിയില്ല. അവൻ പറയും, നീ എന്നെ അടിച്ചവനല്ലേ, നീ ഇവിടെ വന്ന് വെള്ളം കോരണ്ട എന്ന് പറയും. സ്വാഭാവികമായിട്ട് അതേ പാകിസ്ഥാൻ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നിന്ന് വെള്ളം തരില്ല എന്നുള്ളത് നമ്മൾ പറയുകയും ചെയ്തു. കാരണം ഇവിടെ വന്ന് നിരപരാധികളായ മനുഷ്യരെ കൊന്നു തള്ളിയിട്ട് പോയ നീചന്മാരാണ് ഈ പാകിസ്ഥാനികൾ എന്നുള്ളത് കൊണ്ടാണ്. ആ പാകിസ്ഥാൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അവിടെ നിന്ന് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വതന്ത്രമായി നിൽക്കുന്നു. ആ നിൽക്കുന്ന അവസ്ഥയിൽ പാകിസ്ഥാൻ സംഭവിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി, അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. സ്വന്തം ഈ ദേശീയ ഗീതമൊക്കെ അവരുണ്ടാക്കി, അവർ പതാക ഉയർത്തുന്നു, അവർ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നു എന്നുള്ള. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന മേഖലയ്ക്കകത്തേക്ക് കടന്നു ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവിടുത്തെ പാകിസ്ഥാൻ്റെ സൈന്യം മാറിയിരിക്കുന്നു. നിരന്തരമായി എയർ സ്ട്രൈക്കാണ് പാകിസ്ഥാൻ നടത്തുന്നത്. അതുപോലും വില പോകുന്നില്ല എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന 2-3 വർഷം മുമ്പ് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു സാധാരണ ഏറ്റവും ദരിദ്രമായിട്ടുള്ള, ഭൂമിയിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള, വളരെ കഷ്ടപ്പെട്ടുള്ള, അവികസിതമായിട്ടുള്ള ഒരു രാജ്യത്തോട് മുട്ടാൻ ചെന്ന പാകിസ്ഥാൻ പോലും ഗതികെട്ട് നിൽക്കുകയാണ്. പാകിസ്ഥാൻ ഭയങ്കര സംഭവമാണ്, ഗംഭീരമാണ്. അമേരിക്കയുടെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞ പാകിസ്ഥാന് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിൽക്കേണ്ടി വരുന്നു. അത് അഫ്ഗാനിസ്ഥാൻ്റെ മുമ്പിൽ മാത്രമല്ല, സ്വന്തം രാജ്യം രണ്ടായി മുറിഞ്ഞു മാറിയിരിക്കുന്നു. അവർ പറയുകയാണ് ഞങ്ങൾ വേറെ രാജ്യമാണ്. ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ആ പോരാളികൾ പറയുകയാണ്, ഇനിയും സഹിക്കാൻ വയ്യ ഈ അടിമത്തം എന്നുള്ളത്. അവർ പറയുകയാണ്, ഞങ്ങൾ അടിമകളല്ല, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഉടമകളാണ്, ഇത്രയും വിസ്തൃതമായ ഈ ഭൂമിയുടെ ഉടമകളാണ്. കലാത്ത് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമുണ്ടായിരുന്നു. പാകിസ്ഥാൻ സ്വതന്ത്രമാകുമ്പോൾ, ഭാരതം സ്വതന്ത്രമാകുമ്പോൾ സ്വതന്ത്രമായ ഒരു രാജ്യം, ആ രാജ്യം പോലെ ആയിരുന്നു ഞങ്ങളും, കലാത്ത് എന്ന് പറയുന്ന രാജ്യം. അവർ പറയുകയാണ് അതിനെ ആക്രമിച്ച് പിടിച്ചത് ജിന്നയാണ്, പാകിസ്ഥാനാണ്. അപ്പോൾ അങ്ങനെ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തിയ കലാത്ത് ഇന്ന് ബലൂചിസ്ഥാൻ എന്ന പേരിൽ സ്വതന്ത്രമാകുന്നു. അന്ന് അവർക്ക് ഇന്ത്യയോടൊപ്പം ചേരാനാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
അന്ന് ഈ പറയുന്ന ബലൂചിസ്ഥാൻ, ഇന്നത്തെ ബലൂചിസ്ഥാനായിട്ടുള്ള അന്നത്തെ കലാത്ത് എന്ന് പറയുന്ന രാജ്യത്തിന് പാകിസ്ഥാനെ മുന്നിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു. അവർ കീഴടക്കി, അവരുടെ കൈപ്പിടിയിലായി. സിന്ധു ദേശവും അത് തന്നെയാണ്. സിന്ധു ദേശം ഇന്ത്യയോടൊപ്പം ചേരണമെന്ന ആഗ്രഹത്താലായിരുന്നു ഇന്ന് സിന്ധു ദേശത്തിലും ഇതേ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. പക്ഷേ ബലൂചിസ്ഥാനിലുള്ള അത്രയേറെ ശക്തിയായിട്ടല്ല അവിടെ നടക്കുന്നത്. ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു വംശജർ താമസിക്കുന്ന ഹിന്ദുമത വിശ്വാസികളുള്ള സ്ഥലം കൂടിയാണ്. ഏതാണ്ട് 10% ഹിന്ദുക്കളാണ് സിന്ധു ദേശിലുള്ളത്. നിരന്തരമായ കൊടിയ പീഡനങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക്, കൂട്ടക്കൊലകൾക്ക്, ബലാത്സംഗങ്ങൾക്ക് ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഹൈന്ദവ സമൂഹം എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളുടെയും സിഖുകാരുടെയും കാര്യം പിന്നെ അവിടെ പറയുകയും വേണ്ട. അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനയോ ഇല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രവിധാനമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയാണ് സിന്ധു ദേശിലുള്ളത്. അത് അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. കഴിഞ്ഞ മാസവും കൂടി നമ്മൾ കണ്ടതാണ് ഒരു ഗുരുദ്വാരയ്ക്ക് നേരെ നടന്ന പാകിസ്ഥാനിലുണ്ടായ ആക്രമണം. അവിടേക്ക് തീർത്ഥാടനത്തിന് പോയ ആൾക്കാരെ കൊല്ലുന്നതൊക്കെ നിരന്തരം കാഴ്ചയാണ് പാകിസ്ഥാൻ്റെ ഇതൊക്കെ. അങ്ങനെയുള്ള പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുമ്പോൾ അവരെന്താ പറയുന്നതെന്ന് അറിയാമോ? റെയർ എർത്ത് ഇവിടെയാണുള്ളത്, ഇവിടെയാണ് ധാതു നിക്ഷേപമുള്ളത്, ഇവിടെ വഴിയാണ് നിങ്ങൾക്ക് പെട്രോൾ ലഭിക്കുന്നത്, ഇതൊന്നും ഇനി തരാൻ പോകുന്നില്ല, ഇനിയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വലിയ ഗതികേടിലേക്ക് പാകിസ്ഥാൻ പോകുന്നു. പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അങ്ങേയറ്റം മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് POK എന്ന് പറയുന്ന മേഖലയിൽ നമ്മൾ ഇന്നലെയും കൂടി വാർത്തയിൽ കണ്ടതാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയിൽ, അതായത് ഇന്ത്യയുടെ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അവകാശപ്പെട്ട ഇന്ത്യയുടേതായിട്ടുള്ള ആ ഭൂപ്രദേശം പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലാണ്. അവർ സ്വതന്ത്രമാകാൻ പോകുന്നു, ഞങ്ങൾ ബലൂചിസ്ഥാനെ പോലെ തന്നെ ഞങ്ങളും സ്വതന്ത്രമാകുമെന്ന് അവർ ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും അവരവിടെ വലിയ സമരത്തിലാണ്. അവിടെ സൈന്യത്തെ ഇറങ്ങിക്കൊണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ നേടാൻ വേണ്ടി സൈന്യത്തെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ വളരെ ഗതികെട്ട അവസ്ഥയിലേക്കാണ്. ഏതാണ്ട് 5 കഷ്ടമായിട്ട് മുറിയാൻ പോവുകയാണെന്നുള്ളതാണ്. ബലൂചിസ്ഥാൻ മുറിഞ്ഞ് പൂർണ്ണമായിട്ട് മാറി ഈ പറയുന്ന രാജ്യത്ത് നിന്ന് സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ചു. അവർ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്, സ്വാഭാവികമായിട്ട് ഇവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ഏറ്റുമുട്ടലാണ്. ആ ഏറ്റുമുട്ടലിൽ BLA നിരന്തരമായി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ രൂക്ഷമായ ആക്രമണം നടത്തുന്നത്. പാകിസ്ഥാൻ ആർമിക്ക് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്തത്ര വിധത്തിൽ അതിരൂക്ഷമായ ആക്രമണം ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാന് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിന്ധു ദേശവും സ്വാഭാവികമായിട്ടും പിരിഞ്ഞു മാറാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ബലൂചിസ്ഥാൻ ഒപ്പം നിൽക്കും, ഇല്ലെങ്കിൽ അവർ സ്വതന്ത്ര രാഷ്ട്രമാകും, അതുമില്ലെങ്കിൽ അവർ ഇന്ത്യയോടൊപ്പം ഒക്കെ ചേരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാണ്. ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുമ്പോൾ പാകിസ്ഥാന് വലിയ വെല്ലുവിളികളുണ്ട്. ഒന്നാമത്തെ കാര്യം, വെള്ളം പോലും കിട്ടാനില്ലാതെ കൃഷി പോലും പ്രതിസന്ധിയിലായിരിക്കുന്ന പാകിസ്ഥാന് ഇനി റെയർ എർത്ത്, അതുപോലെ തന്നെ ഇന്ധനം, പെട്രോളിയം പ്രോഡക്റ്റ് തുടങ്ങിയവയൊന്നും തന്നെ പാകിസ്ഥാനിൽ കിട്ടാൻ പോകുന്നില്ല, ഇല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ ഇറാനിൽ നിന്ന് പ്രധാനമായും വരുന്നത് ബലൂചിസ്ഥാൻ വഴിയാണ്. ആ മേഖലയിലെ സപ്ലൈ അവർ പൂർണ്ണമായിട്ടും കട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ഉൽപാദന മേഖലയിൽ നിന്ന് വൈദ്യുതി ഇനി കിട്ടില്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് റെയർ എർത്ത്, നിങ്ങൾ വ്യവസായശാലകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ട റെയർ എർത്ത് മുഴുവൻ, അതായത് അപൂർവ ധാതുക്കൾ മുഴുവൻ കൊണ്ടുപോകുന്നത് എവിടെ നിന്നാണ്, അതുകൂടി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ബലൂചിസ്ഥാൻ കാർക്കശ്യത്തോടു കൂടി തന്നെ പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി പഞ്ചാബ് മേഖലയിലുള്ള വ്യവസായശാലകളെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. പാകിസ്ഥാൻ ഗതികെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഛിന്ന ഭിന്നമാകാൻ പോവുകയാണ്. ഭാരതത്തിൽ നിന്ന് അടികൂടി വർഗീയതയുടെ പേരിൽ, നിരന്തരമായ കലാപങ്ങളുടെ പേരിൽ, മനുഷ്യക്കുരുതിയിലൂടെ നേടിയെടുത്ത രാജ്യം ഇന്ന് ഒന്നുമല്ലാതാകുന്നു. സാമ്പത്തിക അസ്ഥിരത, അതുപോലെ തന്നെ വ്യാവസായിക പ്രതിസന്ധി, കാർഷിക പ്രതിസന്ധി തുടങ്ങി നിരന്തരമായ പ്രശ്നങ്ങൾ. ഒരു ആഭ്യന്തര കലാപം സൈന്യത്തിനുള്ളിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാമെന്നുള്ള അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഛിന്ന ഭിന്നമായി ചിതറാൻ പോവുകയാണ്. 4-5 കഷ്ണമായിട്ട്, ഏറ്റവും കുറഞ്ഞത് 5 കഷ്ണമായിട്ട് പാകിസ്ഥാൻ മാറും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നു. ഇപ്പോൾ തന്നെ ബലൂചിസ്ഥാനും പാക് അധീന മേഖലയും പാക് അധീന കാശ്മീരും സ്വതന്ത്രമായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ഭാരതം എന്ന് പറയുന്നത് ഈ പറഞ്ഞല്ലോ, നമ്മുടെ വാജ്പേയിജിയുടെ കവിത പറയുന്നത് പോലെ ഒരു വിശാല വിസ്തൃതമായിട്ടുള്ള രാഷ്ട്രപുരുഷനാണ്. ആ രാഷ്ട്രപുരുഷനിലെ ഓരോ ഭാഗവും ജീവനുള്ളതാണ് എന്നുള്ളതാണ്. ഈ ഓരോ കല്ലുകളുമുണ്ടല്ലോ, ഓരോ കല്ലും ശങ്കരനാണ് എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് എന്നുള്ളതാണ്. ഓരോ നദിയും നമുക്ക് അമ്മയാണ്, ആ ദേവിയുടെ പേരിട്ടാണ്, അല്ലെങ്കിൽ ദേവന്മാരുടെയും ദേവിയുടെയും പേരിട്ടാണ് ഓരോ നദിയെയും നമ്മൾ വിളിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സങ്കല്പത്തിലുള്ള ജീവിക്കുന്ന ജീവനോടെ നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകതയുണ്ട്, വാഹനത്തെ പോലെ ഒരു ജീവി, അതായത് ഒരു ജീവനുള്ള വസ്തുവായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാഹനത്തോട് നമുക്ക് ആത്മബന്ധം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും ഒരു വ്യക്തിയായി,
ഒരു ജീവനുള്ള വസ്തുവായി തന്നെ കാണുന്നത് കൊണ്ട് തന്നെ അതുമായിട്ടുള്ള ബന്ധം നിരന്തരമായിരിക്കും. അത് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. ആത്മബന്ധം ഓരോ പദാർത്ഥത്തോടും നമുക്കുണ്ടാകുന്നത് അതിൻ്റെ നിലനിൽപ്പിനെ, അതിനെ ഒപ്പം ചേർക്കലിനെയൊക്കെ സഹായിക്കുന്നതാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വന്തം രാജ്യത്തോടില്ലാത്ത മമതയാണ് അവരുടെ നാശത്തിന് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ഉള്ളിലെ പൂർണ്ണമായ ചിന്ത ഭാരതത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് തീവ്രവാദത്തിലൂടെ ആവട്ടെ, ഏതെല്ലാം വിഘടന പ്രവർത്തനങ്ങളിലൂടെ ആവട്ടെ അങ്ങനെ ഇല്ലാതാക്കാമെന്നായിരുന്നു. പക്ഷെ ഭാരതം പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. നമ്മൾ സ്വയം വികസിക്കാൻ, നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രപുരുഷനുണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മുടെ ഭാരത മാതാവിനുണ്ടല്ലോ, ഈ പറയുന്ന രാഷ്ട്രസങ്കല്പത്തെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഭാരതം നിത്യമായി നിലനിൽക്കുകയും പാകിസ്ഥാൻ ഇല്ലാതാവുകയും ചെയ്യുന്നു. അധികം വൈകാതെ സിന്ധുദേശവും ഈ പറയുന്ന പാക് അധീന മേഖലയുണ്ടല്ലോ കാശ്മീരിൻ്റെ, അതൊക്കെ ഭാരതത്തിൻ്റെ ഭാഗമാകും. അഖണ്ഡ ഭാരതം പോലും വിദൂരമല്ല എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. പാകിസ്ഥാൻ പല തുണ്ടുകളായി പിരിയുന്നു. വലിയ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു. വ്യാവസായികമായി, ഊർജ്ജപരമായി, കാർഷികപരമായി, എന്തിനേറെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളത്തിൽ പോലും വലിയ പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. ഇത് അടികൂടി വാങ്ങിയ ഒരു രാജ്യത്തിൻ്റെ വിധി മാത്രമാണ് എന്നേ നമുക്ക് പറയാൻ കഴിയൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്. മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.